Hello all, welcome back to my channel. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നിർത്തിയത് കുംഭകോണത്ത് വെച്ചായിരുന്നു. ആൻഡ് ഞാൻ ആ ദിവസം കുംഭകോണത്ത് തന്നെ സ്റ്റേ എടുത്തായിരുന്നു. അതൊരു ഓയോ റൂം സ്റ്റേ ആയിരുന്നു. ആൻഡ് കുംഭകോണത്തിൽ ഒത്തിരി ഈസിയാണ് ഓയോ റൂം കിട്ടാൻ, അതൊരു വലിയൊരു കഷ്ടമല്ല. ചീപ്പ് ഓൾസോ. അപ്പോൾ ഞാൻ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് ഞാൻ കുംഭകോണത്ത് നിന്ന് തഞ്ചാവൂരിലോട്ടാണ് പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിൽ തന്നെ ഒരു സൂപ്പർ വിഷ്വൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്ലീസ് ജസ്റ്റ് സേ ഇറ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തഞ്ചാവൂരിലോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഒരു സ്റ്റോപ്പുകളൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നു. തഞ്ചാവൂരിലെ എനിക്ക് ആക്ച്വലി ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അവരുടെ വീട്ടിൽ പോകുന്നു, പുള്ളിയെ കാണുന്നു. അതിനുശേഷം ഞാൻ ഈവനിങ് വരെയാണ് പോയി തഞ്ചാവൂർ അമ്പലം കാണാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് പോയി ചെന്ന് കാണാം. ഞാനിപ്പം തഞ്ചാവൂർ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിലാണ് ഉള്ളത്. നമുക്കിതിന്റെ ഭംഗി അങ്ങ് ആസ്വദിക്കും. നമ്മളിപ്പം കാണുന്ന ഈ തഞ്ചാവൂർ അമ്പലം നിർമ്മിച്ചിരിക്കുന്ന രാജരാജ ചോള ഒന്നാമനാണ്. ഇത് 1010 AD കെട്ടിയുണ്ടാക്കിയ ഒരു അമ്പലമാണ്. ദ്രവിഡിയൻ ആർക്കിടെക്ചറാണ് ഇതിന്റെ സ്റ്റൈല്. ഇവിടെയുള്ള ശിവലിംഗം ആക്ച്വലി ഒരു സ്വയംഭൂവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് അതിന് ബൃഹദേശ്വര എന്ന് പേര് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് നർമ്മദ നദിയിൽ നിന്നും രാജരാജ ചോളൻ ഒന്നാമൻ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള കഥ എന്നാണ് ഞാൻ അറിയപ്പെട്ടത്. നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. സോ ആക്ച്വലി ഇതൊരു സൺ സെറ്റ് ടൈമാണ്. ഇപ്പൊ ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് സൺ ആണ്. നമ്മൾ ഇങ്ങേ വശത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഇതൊരു കാണേണ്ട കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സൂര്യരശ്മികൾ അമ്പലത്തിൽ തട്ടി, അമ്പലത്തിന്റെ ആ ഒരു പെയിന്റിങ് ഒരു കളറാണെങ്കിലും എന്തിലാണെങ്കിലും അതിൽ തട്ടി, അതിൽ ആ അമ്പലം ഒരു എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് എൻ്റെ കണ്ണിൽ കാണാൻ പറ്റുന്നത്. എല്ലാവരും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞ ഒരു പൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു വിഷ്വൽസ് ആണ് ഞാൻ ക്യാമറയിൽ എടുത്തതിനെക്കാട്ടിലും എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ നടന്നു കയറാൻ പോകുന്നത് ഒരു നന്ദിയുള്ള സ്ഥലത്തോട്ടാണ്. സോ ഇത് ആക്ച്വലി ഒരു സിംഗിൾ കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു സിംഗിൾ റോക്ക് കാർവിംഗ് ആണിത്. സോ അതിന്റെ ഏകദേശം നീളം നോക്കുകയാണെങ്കിൽ 16 അടിയോളം നീളമുണ്ട്. അതുമാതിരി അതൊരു 13 അടിയോളം ഹൈറ്റുള്ള ഒരു റോക്ക് കാർവിംഗ് ആണ് ഇത്. ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലൈഫിലെ ഒരു പൊളി എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവസാനം ഞാൻ വീട്ടിലോട്ടെത്തി. നാളെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നാളെ ആക്ച്വലി നമ്മൾ പോകാൻ പോകുന്നത് തരംഗമ്പാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ്. ആക്ച്വലി ഇതൊരു ട്രിപ്പിലെ ഒരു ബോണസ് പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബാക്കി നമുക്ക് നാളെ കാണാം.
രാവിലെ പോകാൻ പോകുന്ന വേറെ എങ്ങോട്ടും അല്ല, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ചായ കുടിച്ചതിന് ശേഷം മാത്രമേ ഇനിയുള്ള റൈഡ് ഞാൻ തുടരുന്നു. രാവിലെ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ പണിയായിരുന്നു ഞാൻ. കാരണം വെയിലാവുന്നതിന് മുന്നേ ആ ലൊക്കേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഡീസൽ സ്പീഡിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ആദ്യം ഒന്ന് കണ്ടിട്ട് നമുക്കിനി ഓടിയെത്താൻ ഒരുപാട് ദൂരമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ആക്ച്വലി ഒരു ഉൾപ്രദേശത്തിൽ കൂടിയാണ്. ഒത്തിരി വില്ലേജസും എല്ലാം ഉണ്ട്. അതുപോലെ ഒത്തിരി സ്പീഡ് ബ്രേക്കറുകളും എല്ലാം കാണും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. 55 to 65-നുള്ളിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തോട്ട് എത്താൻ നോക്കാം. നടുവിൽ കുറച്ച് നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ബെൻഡുകളും ഉണ്ട്. അത് നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. അവസാനമായിട്ട് തരങ്കമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് കാരയ്ക്കൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണ്. ഇതിനെ ഡച്ചുകാർ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന പേരായിരുന്നു ട്രാങ്കമ്പാർ. തരങ്കമ്പാടി എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡച്ചുകാർ ആക്ച്വലി ഇവിടെ 1620 ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പോർട്ടാക്കി അവരുടെ ഒരു ആസ്ഥാനമാക്കി സെറ്റാക്കിയ സ്ഥലമാണ്. സോ അതിനുശേഷം ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുമായിരുന്നു ഈ സ്ഥലങ്ങൾ. തരങ്കമ്പാടി അതിന് ഒത്തിരി ഹിസ്റ്ററി ഉണ്ട്. തരങ്കമ്പാടിയിലൊരു ഫോർട്ടുണ്ട് ഡച്ചുകാർ ഉണ്ടാക്കിയത്. നമുക്കെല്ലാം ഇപ്പോൾ കാണാം. തരങ്കമ്പാടിയിൽ നോക്കുകയാണെങ്കിൽ ഒരു അമ്പലമുണ്ട്. ഒരു ശിവന്റെ അമ്പലമാണ്. പിന്നെ ഒരു റീസ്റ്റോർ ചെയ്ത കൊളോണിയൽ ഹൗസ് ഉണ്ട് ട്രാങ്കോബാറിൽ. സോ അതായത് ഡച്ചുകാർ ഇരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ അതിനെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ ട്രാങ്കോബാറിൽ ഒരു മ്യൂസിയം ഉണ്ട്. ഒരു ജെറുസലേം ചർച്ച് ഉണ്ട്. പിന്നെ ദ ഫേമസ് ഫോർട്ട് ഡാൻസ്ബർഗ് ഉണ്ട്. സോ അത് ഒരു കാണേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഞാനത് കേട്ടായിരുന്നു, ഇപ്പോൾ അത് റിനോവേഷനിലാണെന്ന് കേട്ടായിരുന്നു. എന്തോ പണികൾ നടക്കുന്നതെന്ന് കേട്ടായിരുന്നു. സോ ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പരമാവധി വിഷ്വൽസ് കവർ ചെയ്യാം. ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നതാണ് സീഗൻബർഗ് മ്യൂസിയം കോംപ്ലക്സ്. ഇതാണ് തരങ്കമ്പാടിയിലുള്ള ഒരു മ്യൂസിയം. ഇപ്പോൾ റൈറ്റിലുള്ളതാണ് തരങ്കമ്പാടി ബീച്ചിലോട്ടും നമ്മുടെ ഫോർട്ട് ഡാൻസ്ബർഗ് അല്ലെങ്കിൽ ഡാനിഷ് ഫോർട്ടിലോട്ട് പോകുന്ന വഴി. അപ്പം നമുക്ക് അടുത്ത ഫോർട്ടിലോട്ട് പോകാം. എനിക്കിവിടെ ദൂരത്ത് നോക്കുമ്പോൾ അധികം ഒരു തിരക്കൊന്നും കാണുന്നില്ല. സമയമാണെങ്കിൽ ഒരു 10-11 മണിയാവാനായി. ഫോർട്ട് ഓപ്പൺ ചെയ്യേണ്ട സമയമായി. നമുക്ക് പക്ഷെ എന്തായാലും ചോദിച്ചറിയാം, അതായത് ഫോർട്ട് അണ്ടർ മെയിൻ്റനൻസ് ആണോ അല്ലേ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടെ കാണാം. നമ്മൾ കേട്ടറിഞ്ഞത് വളരെ ശരിയാണ്. ഫോർട്ട് അണ്ടർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കാണാൻ പറ്റത്തില്ല.
പറ്റാത്തതുകൊണ്ട് നമ്മൾ അൺലക്കിയാണെന്ന് പറയാം. പക്ഷേ നമുക്ക് വേറെ ഒത്തിരി ഇവിടെ കാണാനുണ്ട്. നമുക്ക് അത് വെച്ച് ഈ ദിവസം ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാം. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. തരങ്കമ്പാടി പറയുവാണെങ്കിൽ ഒത്തിരി എക്സ്പ്ലോർഡ് പ്ലേസസ് ഒന്നും അല്ല, പക്ഷേ ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡെൻമാർക്ക് ഓൺ ദ കോറമാൻഡൽ എന്നുകൂടെ ഇത് അറിയപ്പെടും. അതിനുള്ള ഒരു എവിഡൻസ് കൂടിയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ സ്റ്റോൺ, അതിലുള്ള എൻകാർവിംഗ് എല്ലാം. ഇനി അവസാനമായിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എൻ്റെ ഒരു ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ആൻഡ് ഇതിന് വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. സോ നമുക്ക് ഇത് ശരിക്കും ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. സോ ഇത് ഒത്തിരി കടലിൻ്റെ നടുവിലെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം ഒരു 25 to 50 മീറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ദൂരം ഞാൻ ഇത് കടലിൻ്റെ നടുവിലോട്ട് നീങ്ങുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുന്ന് തിരിഞ്ഞ് നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ നമ്മുടെ ആ ശിവൻ്റെ അമ്പലം, വേറൊരു സൈഡിലാണെങ്കിൽ ആ ഡാനിഷ് പൂൾ. സോ ഇവിടെ കുറച്ചും കൂടി രാവിലെ നേരത്തെ വന്നായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇറ്റ് ഈസ് വണ്ടർഫുൾ. ആക്ച്വലി ഇതായിരുന്നു ആ ഫോർട്ടിൻ്റെ ഏറ്റവും അവസാനം. സോ ഇത് കടൽ വന്ന് എടുത്തിട്ട് പോയിരിക്കുന്ന ഇതാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുന്ന് പിന്നാലോട്ടുള്ള ആ വ്യൂ. ആൻഡ് ബിഫോർ വി എൻഡ് ദിസ് വീഡിയോ, എൻ്റെ വ്യൂസിനായി a wonderful time lapse. Thank you all for watching. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.